കോഴിക്കോടേക്ക് പോകുന്നു. കോഴിക്കോട് ബസ് തടയുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദവിവരങ്ങളുമായി രാഹുൽ കെ വി ഉണ്ട്. രാഹുൽ, എന്താണ് സംഭവിക്കുന്നത്? മോത്തി പാവങ്ങാട് KSRTC ഡിപ്പോയിലാണ്. ഇവിടെ നിന്നാണ് കോഴിക്കോട് ടെർമിനലിൽ നിന്നുള്ള ബസ്സുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഗ്യാരേജിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് ഇറക്കാൻ സമരാനുകൂലികൾ അനുവദിക്കുന്നില്ല. ജോലി ചെയ്യാൻ തയ്യാറായി ഒരുപാട് ജീവനക്കാർ സ്ഥലത്തേക്ക് വന്നതാണ്. ഇപ്പോൾ ഏതായാലും 2 ബസ്സുകളാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുകയാണ്. ആ ബസ്സുകൾക്ക് മുൻപിലാണ് CITUവിന്റെ പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസും നിരവധിയായി സ്ഥലത്തുണ്ട്. പോലീസ് സംരക്ഷണം നൽകുകയാണെങ്കിൽ ബസ്സുകൾ ഓടിക്കാൻ തയ്യാറാണെന്നാണ് KSRTC ജീവനക്കാരുടെ നിലപാട്. അതായത് 2 ബസ്സുകൾ, ഒന്ന് കോഴിക്കോട് താമരശ്ശേരിയിലേക്ക് പോകേണ്ടുന്ന ബസ്സാണ്, അതിന് പുറകിലായി വയനാട് സുൽത്താൻ ബത്തേരിയിലേക്ക് പോകേണ്ടുന്ന ബസ്സാണ്. ആ 2 ബസ്സുകളും സ്റ്റാർട്ടിങ്ങിലായി ഇപ്പോൾ കുറച്ച് സമയമായി നിൽക്കുകയാണ്. അതിന് മുൻപിൽ റോഡിൽ കുത്തിയിരുന്നടക്കം CITU പ്രവർത്തകർ അതുപോലെ സമരാനുകൂലികളും ബസ് തടഞ്ഞിട്ടിരിക്കുന്നു. പോലീസ് സ്ഥലത്തുണ്ട്. ചേട്ടാ, നിങ്ങൾ ഡ്രൈവർ, നമുക്ക് ആ ഡ്രൈവറുടെ പ്രതികരണം ഒന്ന് തേടുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹം ഏതായാലും സർവീസ് പോകുമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങൾ സർവീസ് നടത്തുമെന്ന് തന്നെയാണോ? ഞങ്ങൾ സർവീസ് നടത്തും തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ഈ സമരത്തിനോട് അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സർവീസ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ അതിനു വേണ്ടി വണ്ടി എടുത്തതാണ്. സമരാനുകൂലികൾ തടയുണ്ട്. ഞങ്ങൾ പോലീസിനോട് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. പോലീസ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ പോലീസിനോട് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സമരക്കാർ വണ്ടിന് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡയസ്നോൺ ഒക്കെ ഉള്ളതുകൊണ്ടാണോ സർവീസ് നടത്തുന്ന ഉറച്ചു പറയുന്നത്? ഞങ്ങൾ ഡയസ്നോണിനെ പേടിച്ചിട്ടല്ല. ഞങ്ങളെ യൂണിയൻ ശക്തമായിട്ട് ഈ ഒരു സമരത്തിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. ഞങ്ങൾക്ക് ഈ ഒരു സമരമായിട്ട് ഞങ്ങൾക്ക് തീരെ ഒരു യോജിപ്പില്ല. ഞാൻ BMS സംഘടനയിലെ കോഴിക്കോട് യൂണിറ്റ് സെക്രട്ടറിയാണ്. എങ്ങോട്ടേക്ക് പോകേണ്ടെന്ന ബസ്സാ? മാനന്തവാടിക്ക് പോകേണ്ട വണ്ടിയാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കിടക്കുക അല്ലേ? വണ്ടി പോലീസ് സമരക്കാരെ മാറ്റുകയാണെങ്കിൽ ഞങ്ങൾ വണ്ടി മുന്നോട്ട് എടുക്കും. നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് തിരിച്ചിട്ടതായിരുന്നല്ലോ. ഇപ്പൊ വീണ്ടും എന്താ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം? ഞങ്ങൾ രാവിലെ ഫസ്റ്റ് വണ്ടി എടുത്തതാണ്. അപ്പൊ സമരക്കാർ തടഞ്ഞ്. അപ്പൊ ഇവിടെ പോലീസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കോഴിക്കോട് BOTയിൽ ഇവിടുന്ന് സാധാരണഗതിയിൽ വണ്ടി ഡ്രൈവർ എടുത്തിട്ടാണ് കോഴിക്കോടേക്ക് പോവുക. കണ്ടക്ടർ ടിക്കറ്റ് ട്രാക്കും കൊണ്ട് കണ്ടക്ടർ കോഴിക്കോട് BOT നിന്നാണ് കയറുന്നത്. അപ്പൊ അതുവരെ ഈ വണ്ടി യാത്രക്കാരില്ലാതെയാണ് കോഴിക്കോടേക്ക് പോകുന്നത്. സ്ഥിരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതേപോലെ രാത്രി കോഴിക്കോട് ഡ്യൂട്ടി ഫിനിഷ് ചെയ്തിട്ട് വണ്ടി തിരിച്ചും കൊണ്ട് കാലിയിൽ ഡ്രൈവറാണ് കൊണ്ടുവരുന്നത്. അപ്പോഴും യാത്രക്കാരെ കയറ്റാറില്ല. ഇപ്പൊ ഈ വണ്ടി എടുത്ത് BOT ചെന്ന് കഴിഞ്ഞാൽ അവിടെ കണ്ടക്ടർ തയ്യാറാണ് സർവീസ് അയക്കാൻ വേണ്ടി. അവിടുത്തെ ജനറൽ കൺട്രോളിങ്ങും സ്റ്റേഷൻ മാഷും ഇങ്ങോട്ട് വിളിച്ചറിയിച്ചതാണ് വണ്ടി അയക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ പറഞ്ഞ അടിസ്ഥാനത്തിൽ VS വണ്ടി എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ 2ാമത് വണ്ടി കയറി സ്റ്റാർട്ടാക്കിയത്. ഇവിടുന്ന് ബസ് അങ്ങോട്ടേക്ക് ചെല്ലണം ആവശ്യപ്പെട്ട പ്രകാരമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ വണ്ടി എടുക്കാൻ വേണ്ടി വന്നത്. അങ്ങനെയാണ് KSRTC ടെർമിനലിൽ നിന്ന് ഇവർക്ക് വിവരം കിട്ടിയതാണ് അങ്ങോട്ടേക്ക് വരണമെന്ന്. പക്ഷേ ബസ് ഏതായാലും ഇവിടുന്ന് കടത്തിവിടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സമരാനുകൂലികളൊക്കെ തന്നെ ഉള്ളത്. ഇതിപ്പോ സമരം ദേശീയ പണിമുടക്ക് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. പക്ഷെ KSRTCയിൽ ഡയസ്നോൺ അടക്കം ജീവനക്കാർ വരണമെന്ന് മന്ത്രി തന്നെ പറഞ്ഞിരുന്നല്ലോ. അത് ഞങ്ങൾ നേരത്തെ നോട്ടീസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടുള്ള സമരം, അതിന്റെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടുള്ള സമരം. ഈ സമരം ഞങ്ങളെ ഈ സ്ഥാപനത്തെ പൊതുമേഖലയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ആ സമരത്തിന്റെ കൂടെയാണ് CITU. ഞങ്ങൾ സമരത്തിലാണ്. മന്ത്രിയുടെ നിലപാട് അങ്ങനെ തന്നെയാണോ? മന്ത്രിയുടെ നിലപാടിനെ പറ്റി അറിയില്ല. മന്ത്രി എന്നുള്ള ലെവലിൽ അദ്ദേഹം പറഞ്ഞായിരിക്കും. ഇതിപ്പോ ഈ 2 ബസ്സുകൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിലുണ്ട്. അവര് പറയുന്ന ടെർമിനലിൽ നിന്ന് മുകളിൽ നിന്ന് വിളി വന്നു അങ്ങോട്ടേക്ക് ചെല്ലണം. അപ്പൊ നിങ്ങൾ തടയുന്നത് ശരിയാണോ? ഞങ്ങളെ സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തടയും. രാഹുലെ, ഒരു ഒറ്റ വാക്ക് തന്നെ പറയാനുള്ളൂ. സമരമാണ്, ഞങ്ങൾ തടയും. സമരമാണ്, ഞങ്ങൾ തടയും. ഞങ്ങൾ പണിയെടുക്കില്ല, ഞങ്ങൾ പണിമുടക്കും. ഇത് മാത്രമേ പറയാനുള്ളൂ. ട്രേഡ് യൂണിയനുകളുടെ ആദ്യപ്രസരം കാരണം നശിച്ച നാമാവശേഷമായ ഒരു വകുപ്പാണ് പൊതുഗതാഗത സംവിധാനം KSRTC എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടിന്റെയും ആവശ്യമില്ല, ഒരു തെളിവിന്റെയും ആവശ്യമില്ല. നമ്മുടെയൊക്കെ മുന്നിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത്തരത്തിൽ ആദ്യപ്രസരം കൊണ്ട് നശിച്ച നാമാവശേഷമായ ഇവിടെ വീണ്ടും പണിമുടക്കും. ഞങ്ങൾ ഇനിയും പണിമുടക്കും. ഇനി അത് ആര് മുകളിലുള്ളവർ പറഞ്ഞാലും എന്ന നിലപാടിലാണ്. നടക്കുമ്പോൾ